നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്ന അവസ്ഥ. അതെന്തുകൊണ്ടാണ്? ഞാൻ നിന്റെ പ്രവൃത്തി അവിടെ എഴുതിയിട്ടുണ്ട്, നിന്റെ പ്രവൃത്തി എന്റെ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. കാര്യം അതാണ്, പ്രവൃത്തി നന്നായില്ല, പൂർണ്ണതയുള്ളതായി കണ്ടില്ല. രണ്ടാമത്തെ കാര്യമാണ് ഉടുപ്പിന്റെ മാലിന്യം എന്ന് വെച്ചാൽ വിശുദ്ധ ജീവിതം. എന്താണ് ദൈവം തന്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രവൃത്തി? സ്തോത്രം. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പറയുക. ഇതാതെ അവരെ അങ്ങനെ ആത്മാക്കളെ നേടുന്ന സുവിശേഷീകരണത്തിന്റെ ഒരു ദൗത്യമാണ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവപ്രവൃത്തി ചെയ്യുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് വിളിച്ചു വന്നിരിക്കുകയാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. അങ്ങനെ നേടിയ ആത്മാക്കളെ കൊണ്ട് മാത്രമേ മാത്രമേ നമ്മുടെ കൂടെ വരികയുള്ളൂ എന്ന് നോക്കുക. ഈ ലോകം വിട്ട് നമ്മൾ പോകുമ്പോൾ ഈ ലോകത്തിലുള്ള നമ്മുടെ അസറ്റുകൾ ഒന്നും, നമ്മുടെ വാഹനമോ നമ്മുടെ വീടോ നമ്മുടെ പുരയിടമോ നമ്മുടെ അസറ്റുകൾ ഒന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. നമുക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലായിരിക്കുന്ന കാലത്ത് ഒരാത്മാവെങ്കിലും ആത്മാവിനെങ്കിലും നേടിയെങ്കിൽ അവരോടുകൂടെ കർത്താവിന്റെ അടുക്കൽ സ്തോത്രം ഉണ്ടാകട്ടെ. മറ്റൊന്നും നിലനിൽക്കുന്നല്ല എന്ന് നാം അറിയണം. അങ്ങനെ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കും. ഇവിടെ കാണുന്ന പ്രഭയെല്ലാം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം, പക്ഷെ ഇഷ്ടമുണ്ടെങ്കിൽ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. എന്നാൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നമ്മുടെ ദൈവത്തിനല്ലാതെ മറ്റൊന്നും കഴിയില്ല. ആകാശമണ്ഡലത്തിൽ പ്രഭ അവരെന്നും എന്നേക്കും ശോഭിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സുവിശേഷീകരണത്തിന്റെ ദൗത്യം ഏറ്റെടുക്കണം. ദൈവമക്കൾ ആ വിധത്തിൽ കർത്താവ് നൽകുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ കർത്താവിന്റെ വേല ചെയ്യുമെങ്കിൽ അവരാകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വലിയ നിലവിളി കേൾക്കുന്നു. ഞാൻ ആരെ ദൈവം തന്നെ ചോദിക്കുന്നു, ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും. ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും. 1000 കണക്കിന് ദൂതന്മാർ സ്വർഗത്തിലുണ്ടെങ്കിലും അവരെ ആരെ ദൗത്യം ഏൽപ്പിക്കാതെ ബലഹീനരായ നമ്മെ എന്തുകൊണ്ട് ഏൽപ്പിച്ചു? ഇതുപോലെ ബലവും ശക്തിയുള്ള ദൂതന്മാരുണ്ട്, വളരെ കഴിവുള്ള ദൂതന്മാരുണ്ട്. 1,85,000 ഒരു രാത്രി കൊണ്ട് നശിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൂതൻ. അങ്ങനെയെങ്കിൽ എത്രയോ ദൂതന്മാരുണ്ട്. അവരുടെ പക്കൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ലോകം മുഴുവൻ സുവിശേഷീകരിക്കാം. എന്നാൽ കൊടുക്കാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ കർത്താവ് മരിച്ചത് ദൂതന്മാർക്ക് വേണ്ടിയല്ല, അറിവിന്റെ അടിസ്ഥാനത്തിലല്ല, അനുഭവത്തിന്റെ ആഴത്തിൽ നിന്ന് സുവിശേഷം അറിയിക്കണം എന്നാണ് ദൈവത്തിന്റെ സ്തോത്രം. അധോലോകത്തിൽ നിന്നൊരു വിളി നമ്മൾ കേൾക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ആര് പോയി അവരോട് സുവിശേഷം അറിയിക്കും? ആര് പോയി അവരെ? അപ്പോൾ കർത്താവ് പറയുന്ന മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കയില്ല. മരിച്ചവർ ഒരുത്തൻ ചെന്നാൽ മാത്രമേ അവർ കേൾക്കുകയുള്ളൂ. നോക്കുക, ആഴത്തിൽ നിന്നൊരു വിളിയുണ്ട്, മുകളിൽ നിന്നൊരു വിളി. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും. ക്രിസ്തുവിനെ കൂടാതെ ഓരോ ദിവസവും പാതാളത്തിലേക്ക് ഇറങ്ങുന്ന 1000 ആളുകൾ ഉണ്ടെന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. അവർക്ക് പിന്നൊരു ചാൻസ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് അങ്ങനെയുള്ള ഡിപ്പാർട്ടഡ് സോൾസ് അവരുടെ വിളിയെ നമ്മൾ കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കാതുകൾ അത് മുഴങ്ങണം. ദൂരത്തു നിന്നുള്ള വിളി, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു മിഷണറി കോൾ ദൂരത്തു നിന്ന് കേൾക്കുവാൻ കഴിയുന്നു. വരിക, ഞങ്ങളെ സഹായിക്കുക. അടുത്തു നിന്നൊരു വിളിയുണ്ട്, വലത്തോട്ട് നോക്കിക്കാണണമേ, എന്റെ പ്രാണന് വേണ്ടി കരുതുന്നവർ ആരുമില്ലല്ലോ. ഇങ്ങനെ ഉയരത്തിൽ നിന്ന്, അധോലോകത്തിൽ നിന്ന്, ദൂരത്ത് നിന്ന്, ചാരത്ത് നിന്ന് എല്ലാം കേൾക്കുമ്പോൾ കർത്താവേ, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ആ വിധത്തിലുള്ള ആത്മഭാരത്തോടുകൂടെ ഞാൻ ഇനി അവനെ കുറിച്ച് സംസാരിക്കുകയില്ല, അവനെ ഓർക്കയില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ കത്തുന്ന തീ പോലെ ഇരിക്കുന്നു. ഫയർ ഇൻ മൈ ബോൺസ്. എന്റെ അന്തരംഗത്തിൽ ആത്മഭാരം തീ കത്തുന്നത് പോലെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആത്മഭാരമുള്ള ദൈവമക്കൾക്കായി ഞാൻ ആത്മാക്കൾ എന്നുള്ള നിലയിൽ ആ വിധത്തിൽ നമുക്ക് സുവിശേഷീകരണത്തിന് വേണ്ടി മുൻഗണന കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട്
ദൈവ സന്നിധിയിൽ ആ സുവിശേഷീകരണത്തിന് വേണ്ടി മുൻഗണന കൊടുക്കുകയും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയും കർത്താവിനെ കുറിച്ച് പറയുവാൻ മടിയില്ലാതെ ഇരിക്കുകയും ചെയ്യുക. അതൊരു വശത്ത്. മറുവശത്ത് ഉടുപ്പിനെ മലിനമാക്കാതെ സൂക്ഷിക്കുക. എന്താണ് ഉടുപ്പ് എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ഉടുപ്പുണ്ട്. 3 കാര്യങ്ങൾ ഏറ്റവും അനിവാര്യമാണ്. റോട്ടി, മക്കാൻ, കപ്പട. അപ്പൊ ആഹാരം കഴിക്കാതിരിക്കുന്നവർക്കും ഇവിടെ വന്നിരിക്കാം. അതുപോലെ തന്നെ സ്വന്തം ഭവനമില്ലെങ്കിലും നമുക്ക് എവിടെയും സഞ്ചരിക്കാം. എന്നാൽ വസ്ത്രമില്ലാതെ ഒരു മിനിറ്റ് കൂടി ഇരിപ്പാൻ കഴിയുകയില്ല. സ്വർഗസ്ഥനായ ദൈവം ദൈവം നൽകുന്ന വസ്ത്രത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് വിവിധ തരത്തിലുള്ള ഉടുപ്പുകൾ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തതോ മറ്റുള്ളവരെ നമുക്ക് ദാനം ചെയ്തോ ഒക്കെ ഉണ്ട് ഉടുപ്പുകൾ. എന്നാൽ ആ ഉടുപ്പുകളെ കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്വർഗസ്ഥനായ ദൈവം തന്റെ മക്കൾക്ക് കൊടുക്കുന്ന വിശേഷ വസ്ത്രങ്ങളെ കുറിച്ചാണ്. ഉടുപ്പ് എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ ദൈവം ആദ്യം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ദൈവ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തന്നെ അവനെ ഉണ്ടാക്കി. ആ ദൈവം എന്ത് വസ്ത്രം ഉടുത്തിരിക്കുന്നുവോ ആ വസ്ത്രം തന്നെയാണ് മനുഷ്യൻ കൊടുത്തത്. എന്തോ ദൈവത്തിന്റെ വസ്ത്രം? 104-ാമത്തെ സങ്കീർത്തനം, Psalm 104 verse 1 and 2 നോക്കി. 104-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. യഹോവയെ വാഴ്ത്തുക. നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കുമ്പോൾ നീ പ്രകാശത്തെ ധരിക്കുന്നു. നമ്മുടെ ദൈവം വെളിച്ചമാണ്, വെളിച്ചങ്ങളുടെ പിതാവാണ്. ആമേൻ. അതേ, സ്തോത്രം. അങ്ങനെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ഇപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാര് പോലും ദൈവത്തെ ആരാധിക്കുമ്പോൾ 2 ചിറകുകൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ് ആരാധിക്കുന്നത്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ മുഖം മൂടേണ്ട ആവശ്യമില്ല. അവന്റെ ദാസന്മാർ അവന്റെ മുഖം നേരിട്ട് കാണുവാൻ പോകും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ആ തേജോമയനായ ദൈവം, വെളിച്ചമായ ദൈവം, വെളിച്ചങ്ങളുടെ പിതാവായ ദൈവം, ആമേൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഏത് വസ്ത്രം ധരിച്ചിരിക്കുന്നുവോ ആ വസ്ത്രം തന്നെയാണ് മനുഷ്യന് കൊടുത്തത്. അതിനാൽ തേജോരൂപിയാൽ ദൈവത്തിന് സ്തോത്രം. ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പല നഷ്ടങ്ങളുണ്ടായി. കൂട്ടായ്മ നഷ്ടപ്പെട്ടു, നിത്യജീവൻ നഷ്ടപ്പെടുന്നു, പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിൽ ഒന്നാമത്തെ നഷ്ടം ദൈവ തേജസ് ഇല്ലാതെയായി. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ അത്തിയില കൂട്ടിത്തുന്നി അരയാട ഉണ്ടാക്കുവാനായി ശ്രമിച്ചുവെങ്കിലും ആ പച്ച അത്തിയില അത് ഉണങ്ങി കരിയിലയായിട്ട് മാറി. ഈ ലോകത്തിൽ മനുഷ്യൻ ഒരുക്കുന്ന വസ്ത്രങ്ങൾ ഏതെല്ലാം തരത്തിലുണ്ടോ എന്ന് പറഞ്ഞാൽ, അതേ ഭക്തിമാർഗം, കർമ്മമാർഗം, യോഗമാർഗം, ഇതെല്ലാം വെറും അതേ അത്തിയില പോലെ തന്നെയാണ്. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം കൊടുത്ത ഉടുപ്പ് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ദൈവത്തിന് മാത്രമേ പിന്നെ അവനെ ഉടുപ്പിക്കാൻ കഴിയൂ. സ്വർഗസ്ഥനായ ദൈവം ആ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നു. കാണാതെ പോയ ആടിനെ തേടി വരുന്ന ഒരു ഇടയനെ പോലെ, അതുപോലെ തന്നെ തന്റെ തറയിൽ വീണ് കരയുന്ന ഒരു കുഞ്ഞിനെ അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഇറങ്ങി വന്നു. ആദാമിനെ വിളിക്കുന്നു, ഹവ്വയെ വിളിക്കുന്നു, രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നു. കുറ്റം ബോധ്യപ്പെടുത്തിയ ശേഷം താൻ ഒരു ഉടുപ്പ് കൊടുക്കുന്നു. എന്താണ് ആ ഉടുപ്പ്? ജനസിസ് 3:21 വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ആമേൻ. തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഈ തോൽ ഇവിടെ നിന്ന് വന്നു. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ലോകസ്ഥാപനം മുതൽ. വെളിപ്പാട് 13-ന്റെ 8 നോക്കാം, ഒന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ആമേൻ. ലോകസ്ഥാപനം മുതൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. എന്താ ലോകം? കോസ്മോസ്, മനുഷ്യജാതി. അതിന് ആരംഭം മുതൽ ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ 2 വാക്യങ്ങളുടെ സമന്വയത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു രഹസ്യമുണ്ട്. സ്വർഗസ്ഥനായ ദൈവം ഒരു ഭാഗത്ത് നിൽക്കുന്നു, മനുഷ്യനോ അതേ അവൻ തേജസ് നഷ്ടപ്പെട്ടവനായി മറുഭാഗം നിൽക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലായി ഒരാട്ടിൻകുട്ടി അറുക്കപ്പെട്ടു. ആമേൻ. ആട്ടിൻകുട്ടി അറുക്കപ്പെട്ട അലറി കരഞ്ഞ് അതിന്റെ രക്തം ചിന്തി തോൽ ഉരിഞ്ഞെടുക്കുന്നു ഉടുപ്പിക്കുവാൻ. ഞങ്ങളല്ലേ പാപം ചെയ്തവർ? ഈ ആട്ടിൻകുട്ടി എന്തിനു മരിക്കുന്നു?
ആദാമേ, നീയാണ് പാപം ചെയ്തത്. തേജസ് നഷ്ടപ്പെട്ടുവെങ്കിൽ ആദാമി വർഗത്തെ ഉദ്ധരിപ്പാൻ കാലത്തിന്റെ തികവെങ്കിൽ ഒരാട്ടിൻകുട്ടി ഇറങ്ങി. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാണ്. ആ കുഞ്ഞാട് അറുക്കപ്പെട്ടാൽ, ആ രക്തം ചിന്തിയാൽ മാത്രമേ അവന്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവനീതിയുടെ അങ്കി ലഭിക്കും. സ്തോത്രം. ഇങ്ങനെ കാലത്തിന്റെ സമ്പൂർണതയിൽ, യുഗത്തിന്റെ ആ സമ്പൂർണതയിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇറങ്ങി വന്നു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ഈ കുഞ്ഞാട് കാൽവരിയിൽ മരിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഈ സ്വർഗീയമായ വസ്ത്രം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവിക വസ്ത്രഭണ്ഡാരം അവിടെ തുറക്കപ്പെട്ടു, ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അവിടെ നിരവധി വസ്ത്രങ്ങളുണ്ട് എന്ന് ഓർക്കണം. 30-ാമത്തെ സങ്കീർത്തനം, Psalms 30 verse 11 and 12 ഒന്ന് വായിക്കാം. 30-ാം സങ്കീർത്തനത്തിന്റെ 11-12 വാക്യങ്ങൾ. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം രട്ട് നീ അഴിച്ചു എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. എന്തിനാ? ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത്. എന്റെ രട്ട് നീ അഴിച്ചു. എന്താ രട്ട്? ഒരു കരിമ്പടമായ വസ്ത്രമാണ്. അതെ, ചില മതങ്ങളിലൊക്കെ നമുക്ക് കാണുന്നുണ്ട് അതെ മൂടുപടമിടുന്ന അവസ്ഥ. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഒരു കറുത്ത വസ്ത്രം. അത് ധരിച്ചുകൊണ്ടിരുന്നാൽ അതിന്റെ അർത്ഥം അതേ ഒരിക്കലും സഹിക്കാനാവാത്ത വേദനയിലൂടെ ഞാൻ കടന്നു പോകുന്നു, കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. അതാണ് ഇരുട്ടുടുത്ത് ഇരിക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ അതിനെ അത് തനി അഴിയുന്നല്ല, അഴിച്ചു മാറ്റെങ്കിലേ അത് മാറുകയുള്ളൂ. അതെങ്ങനെ? ഈ ലോക ജീവിതത്തിലെ മനുഷ്യന്റെ കഷ്ടത എന്ന് പറയുന്നത് ഇന്നും എന്തിനും തുടങ്ങിയതല്ല. ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് കഷ്ടപ്പെടുവാനല്ല, എന്നും ദൈവത്തോടൊപ്പം വസിക്കുവാനാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ പാപം ചെയ്ത ദിവസം ദൈവം പറയുന്നു, നീ കഷ്ടതയോടെ ആദാമേ, നീ കഷ്ടതയോട് അഭിവൃദ്ധി കഴിക്കും. സ്ത്രീയോട് പറയുന്നു, അയ്യോ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഞാൻ ഏറ്റവും വർദ്ധിപ്പിക്കും. വേദനയോടെ നീ മക്കളെ പ്രസവിക്കും. കഷ്ടതയുടെ സന്താപ സാഗരം അവിടെ പൊട്ടി പുറപ്പെട്ടു ഒഴുകുകയാണ്. അത് തലമുറകളെ നനച്ചു, വ്യക്തികളെ നനച്ചു, കുടുംബങ്ങളെ നനച്ചു. കഷ്ടതയില്ലാത്ത ആരുമില്ല, ഏതെങ്കിലും ഒരു വേദനയില്ലാത്ത ആരുമില്ല, ഏതെങ്കിലും ഒരു വിഷമമില്ലാത്ത ആരുമില്ല. ഒന്ന് മാറുമ്പോൾ ഒന്നായി വരികയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങളിൽ, ജോബ് ചാപ്റ്റർ 5 verse 6 and 7, അവിടെ യോബ് പറയുന്ന യോബിന്റെ സ്നേഹിതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ജോബ് ചാപ്റ്റർ 5, അനർത്ഥം ഉത്ഭവിക്കുന്ന പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല. തീപ്പൊരി ഉയരെ പറക്കും പോലെ അർത്ഥമാണ്. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. എല്ലാവരും ലോകത്തിൽ ജനിക്കുന്ന കഷ്ടതയോടുകൂടെയാണ്. എന്ന് പറയുന്ന പോലെ കരഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ പിറക്കുന്നത്, മറ്റുള്ള കരയിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യൻ പറന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ കഷ്ടതയുടെ യോബ് ചാപ്റ്റർ 14 verse 1 and 2 വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. 1-ാമത്തെ വാക്യത്തിൽ നോക്കി, ചാപ്റ്റർ 14, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകും. ദൈവത്തിന്റെ ദാസനായ മോശ 90-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്ന വാചകമുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം എന്തോ? പ്രയാസവും ദുഃഖവും. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും മാത്രമാണ്. എന്നാൽ അടുത്തൊരു വാചകം പറയുന്നുണ്ട്, അത് വേഗം തീരെ ഞങ്ങൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന്. അപ്പൊ ഏതെല്ലാം വേദനകള് കഷ്ടതകൾ നമുക്കുണ്ടെങ്കിലും നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇത് സാരമില്ല എന്നെണ്ണുവാൻ കഴിയും. ഇത് വേഗം തീരും, നമ്മൾ ഒരു ദിവസം പറന്നു പോവുകയും ചെയ്യും. ആ പ്രത്യാശയാണ് നമ്മളെ കഷ്ടത സഹിപ്പാനായി പ്രേരിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. കർത്താവിന് സ്തോത്രം. ഏതായിരുന്നാലും കഷ്ടങ്ങളിലും നമുക്ക് സന്തോഷിപ്പാൻ കഴിയുന്ന എന്താ? നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി
എന്റെ രട്ടടിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചു. ആ സന്തോഷം ഉടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഏത് വേദനയുടെ നടുവിലും നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. സ്തോത്രം. അതെ, ഒരു കോഴി മുട്ടയിൽ നിന്ന് ഒരു ശബ്ദവും പുറപ്പെടുന്നില്ല. എന്നാൽ കോഴി കുഞ്ഞായാൽ തീർച്ചയായിട്ടും ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ആർക്കാണ്? അനുഭവമുള്ളവർക്ക്. അതിന്റെ ആ അനുഭവത്തിന്റെ ആഴത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുള്ളൂ. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുള്ളൂ. എന്റെ രക്തം നീ അഴിച്ചു, എന്നെ സന്തോഷം ഒളിപ്പിച്ചു. കാരണം എന്താ? വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് മാത്രമേ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുള്ളൂ. ആത്മനാസകർ നമ്മൾ വായിക്കുന്നുണ്ട്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞു ചേറ്റുന്നവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അതെന്താ? നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അപ്പം അതുവരെ എന്റെ കാലുകളെ എന്നെ കുഴിയിൽ നിന്ന് കയറ്റി എന്ന് പറയുന്നു. സ്തുതിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും വ്യക്തിപരമായിട്ടാണ് രക്ഷിക്കപ്പെടുന്നത്, ആരാധിക്കുന്നു, ഒരുമിച്ചിരുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. വേഗം ഗ്രാമർ മാറുവാനുള്ള കാരണം ദൈവമക്കളെ ഒരുമിച്ചുള്ള ഐക്യതയിലെ സ്തുതിയാണ്. സ്തോത്രം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുന്നു. വിലാപത്തെ നൃത്തമാക്കി, എന്റെ രക്ഷണിച്ചു, എന്നെ സന്തോഷം ഉൾപ്പിച്ചിരിക്കുന്നു. ഇനി എനിക്ക് മൗനമായിരിക്കാൻ കഴിയയില്ല. മൗനമായിരിക്കാതെ ഞാൻ ദൈവത്തിന് സ്തുതി പാടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആരാധന അവസാനിക്കുന്നില്ല. ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ മറ്റ് പ്രസംഗങ്ങള്, പ്രഭാഷണങ്ങള് ഒന്നുമില്ല. എങ്കിലും ഹല്ലേലൂയ സ്തുതി ദൈവസന്നിധിയിൽ എന്നും എന്നേക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ സന്തോഷം കൊടുത്തവർക്ക്. ഇനിയും യെശയ്യാവിന്റെ പ്രവചനം 61-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ സത്യത്തിരിക്കാം. യെശയ്യാ 61-ന്റെ 10-11 വാക്യങ്ങളോട് നോക്കാം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെയും അവൻ എന്നെ എന്തോ വസ്ത്രം ധരിപ്പിച്ചത്? രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. പിന്നെ നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. എന്താ രക്ഷാവസ്ത്രം? ലോകത്തിലെ ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് എനിക്ക് രക്ഷാവസ്ത്രം വേണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു ഷോപ്പിലുമില്ല. സകല ഷോപ്പിംഗ് സെന്ററിലും ടെക്സ്റ്റൈൽസിൽ നമ്മൾ പോയാലും രക്ഷാവസ്ത്രം ലഭിക്കുന്നതല്ല. എന്നാൽ രക്ഷാവസ്ത്രം ലഭിക്കുന്നത് രക്ഷകന്റെ അടുക്കൽ മാത്രമാണ്. ലോകത്തിൽ ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്, മതകർത്താക്കൾ വന്നിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ടെങ്കിലും പാപിയെ രക്ഷിപ്പാൻ രക്ഷകനായി വന്നത് ഒരുവനേ ഉള്ളൂ. നല്ല സിദ്ധാന്തം പറയുവാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങി താഴുവാൻ തുടങ്ങുമ്പോൾ ഒരു ഗുരുവിന് വന്ന് പറയാം, കുഞ്ഞേ താഴോട്ട് പോകരുത്, മേലോട്ട് നിൽക്കണം, മൂക്കിൽ വെള്ളം കയറരുത് എന്നൊക്കെ പറയാം. പക്ഷേ അവരാരും അതെ രക്ഷിക്കാൻ കഴിയുന്നവരല്ല. ഇറങ്ങി വെള്ളത്തിൽ ചെന്ന് ആ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് കരയിൽ കൊണ്ടുവരുന്നവനാണ് രക്ഷകൻ. ഈ ലോകത്തിലേക്ക് വന്ന ഗുരുക്കന്മാരെ പോലെയല്ല, അനേക സിദ്ധാന്തങ്ങൾ പറയാനല്ല നമ്മുടെ കർത്താവ് വന്നത്. പാപത്തിൽ ജീവിക്കുന്ന പാപിയെ രക്ഷിപ്പാൻ ആ വേഷം ധരിച്ച് ലോകത്തിലേക്ക് വന്ന് ജീവനെ കൊടുത്ത്, അപ്പാ ഇവരോട് ക്ഷമിക്കണമേ എന്നും പാപിയോട് നിന്റെ പാപങ്ങൾ മോചിച്ചു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി തന്റെ ജീവനെ കൊടുത്തവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ അങ്ങനെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ആ മുഖം നമ്മുടെ കംപ്ലീറ്റ് നമ്മൾ രക്ഷയുടെ വസ്ത്രം ധരിക്കുന്നു. ആ രക്ഷാവസ്ത്രത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താ? നീതിയുടെ അങ്കി. കാരണം കർത്താവിന്റെ നീതിയുടെ വസ്ത്രം നമ്മളെ ഓവർലാപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഒരു പാപിയായ മനുഷ്യൻ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ വളർന്നു, പാപത്തിൽ മരിച്ചു, എവിടേക്ക് പോകുന്നു? പാതാള ലോകത്തിലേക്ക് പോകുന്നു. എന്നാൽ ഒരു ദിവസം അവൻ കർത്താവിനെ സാത്താൻ അറസ്റ്റ് വാറണ്ട് കൊണ്ട് പാതാളത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. എന്നാൽ മറ്റൊരുവൻ കർത്താവ് പാപത്തിൽ അകൃത്യത്തിൽ ഉരുവായി പാപത്തിന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അങ്ങനെ വളർന്നുവെങ്കിലും ഒരു ദിവസം കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞപ്പോൾ മുട്ടുകുത്തി ദൈവത്തോട് തന്റെ കുറ്റങ്ങളെ കുറിച്ച് ക്ഷമ ചോദിച്ച് കർത്താവിനെ സ്വീകരിച്ചപ്പോൾ അവന്റെ ആ പാപക്കറകളെ
ആ ശോഭിത നീതി വസ്ത്രം കൊണ്ട് മൂടി. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. യേശു ക്രിസ്തുവിന്റെ ആ നീതി വസ്ത്രം നൽകി. പിന്നെ സാത്താൻ നോക്കുമ്പോൾ ഇവരെ കൊണ്ടുപോകാൻ ഒക്കുന്നില്ല. കാരണം എന്താ? ആ നീതിക്കുള്ളിൽ പൊതിയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആ നീതി വസ്ത്രം ലഭിച്ച ദൈവമക്കൾ, രക്ഷയുടെ വസ്ത്രം അത് നീതിയുടെ വസ്ത്രവും കൂടെയാണ്. ആ ദൈവിക നീതിയിൽ ജീവിക്കുന്നത് കൊണ്ട് അവരുടെ മരണത്തിൽ നമ്മൾ ഇവിടുന്ന് അതെ അവരെ യാത്ര അയക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, ബൈ ബൈ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഇവിടെ സ്വർഗത്തിൽ ഒരു കൂട്ടം ദൂതന്മാരുണ്ട്. ദൈവമക്കൾ സ്തോത്രം, അവർ പറയുന്നു കമോൺ വെൽക്കം ടേക്ക് യുവർ സീറ്റ്. ഇവിടെ ആബ്സെന്റ് ആണ്, അവിടെ പ്രസന്റ് ആണ്. ഇവിടെ അവരെ പോയല്ലോ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ എന്താ ശബ്ദം കേൾക്കുന്നത്? ഇവിടെ വന്നല്ലോ എന്നാണ്. ഇങ്ങനെ ഒരു നിത്യ പ്രത്യാശയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സന്തോഷത്തിന്റെ വസ്ത്രമാണ്, രക്ഷയുടെ വസ്ത്രമാണ്, നീതി എന്ന അങ്കിയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു പദവിയിലേക്കാണ് സ്വർഗസ്ഥനായ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇനിയും വേറൊരു ഭാഗം കൂടെ വായിക്കാം. മത്തായി സുവിശേഷത്തിന്റെ 22-ാമത്തെ അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മാത്യു 22 വേഴ്സ് 11 to 13 കൂടെ വായിക്കാം. മാത്യു 22 വേഴ്സ് 11 to 13. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. പിന്നെ സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ അകത്ത് വന്നു? എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവി. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നോക്കുക, ഇതിന്റെ വേറൊരു പേരാണ് കല്യാണ വസ്ത്രം. എന്തുകൊണ്ടാ? സ്തോത്രം, നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യകയാണ് ദൈവസഭ. ആ സഭയ്ക്ക് ലഭിക്കുന്ന വസ്ത്രത്തിലെ ആ വസ്ത്രമാണ് കല്യാണ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ തന്നെ അതിനുവേണ്ടി ഒരുക്കമുള്ളവരായി നമ്മൾ ഇരുന്നെങ്കിലേ സാധിക്കുള്ളൂ. ആ ഒരുക്കമുള്ളവരായി ഇരിക്കണം എന്ന് പറഞ്ഞാൽ മനോഹരമായ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം, ആ കർത്താവിന്റെ വരവിങ്കൽ പോകുവാനുള്ള ഒരുക്കത്തോടുകൂടി ആ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കും. അത് നാമധേയമായ ക്രിസ്തീയ സമൂഹത്തെ ഒരിക്കലും കർത്താവ് തന്റെ അടുക്കൽ ചേർത്ത് കൊള്ളുകയില്ല. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ രാജ്യത്തിൽ പോകുവാൻ കഴിയുള്ളൂ. ആ ദൈവിക വസ്ത്രമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും അവിടെ ഇരിപ്പാൻ കഴിയുകയില്ല. സ്വയം നീതി കൊണ്ട് ആർക്കും ദൈവരാജ്യത്തിൽ കഴിയുകയില്ല. ദൈവിക നീതിയുടെ ആ വിശിഷ്ടമായ വസ്ത്രം, അവിടെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ ആ മനോഹരമായ വസ്ത്രം അത് നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതേ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്, കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ വഷളായി പോകും. വഷളായി പോയാൽ ഒടുവിലത്തെ സ്ഥിതി ഏറ്റവും ആദ്യത്തേതിനേക്കാൾ മോശമായി തീരും. അതുകൊണ്ട് ആ വിവാഹ വസ്ത്രം അതേ കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ മേലുണ്ടായിരിക്കണം. അവൻ നീതിയുടേതായ അത് വിവാഹത്തിന്റെ വസ്ത്രം. ഇനിയും വേറൊരു ഭാഗം നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം ലൂക്ക് 15:22 നോക്കിയേ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ നോക്കുക. ബ്രിങ് ദ ബെസ്റ്റ് ഗാർമെന്റ്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 15-ാമത്തെ അധ്യായത്തിൽ 3 ഉപമകൾ നമുക്ക് കാണുവാൻ കഴിയും. അതേ 100-ൽ 1 ആടുകളിൽ 100-ൽ 1 നഷ്ടപ്പെട്ടു. പിന്നീട് ദ്രഹ്മയിൽ 10-ൽ 1 നഷ്ടപ്പെട്ടു. മക്കളിൽ 2-ൽ 1 നഷ്ടപ്പെട്ടു. അപ്പൊ നഷ്ടപ്പെട്ടു പോയ ലോസ്റ്റ് ഷീപ്പ്, ലോസ്റ്റ് കോയിൻ ആൻഡ് ലോസ്റ്റ് സൺ. ഇവിടെ എല്ലാം മടങ്ങി വരുമ്പോൾ വലിയ സന്തോഷമുണ്ട്, തിരിച്ചു കിട്ടുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇവിടെ ഒരു മകൻ അപ്പനെ വിട്ടു പോവുകയാണ്. അവനെ നമ്മള് മുടിയൻ പുത്രനായി ചിത്രീകരിക്കുന്ന ആ വ്യക്തി, അവന്റെ പന്ന് തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ ആഗ്രഹിച്ച ആ മകൻ പതുക്കെ നടന്നു വരികയാണ്. അവൻ പേടിച്ചാ വരുന്നത്, എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ? ഇല്ല. സ്തോത്രം. അവൻ ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ടു. ആ മകൻ അപ്പനെ കാണുന്നതിന് മുൻപേ അപ്പൻ മകനെ കണ്ടു. നടന്നു വരുന്ന അപ്പനെ
ഓടിച്ചെന്ന് സ്വീകരിക്കുന്ന ഒരു പിതാവിനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഉടനെ തന്നെ പറയുന്നത്, അവൻ 3 കാര്യം പറയാനാ പോയത്. അപ്പൊ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. ആ 3 കാര്യങ്ങൾ പറയാനാണ് വന്നതെങ്കിലും ആദ്യത്തെ 2 വാചകമേ പറഞ്ഞു തീർത്തുള്ളൂ. സ്തോത്രം. അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു, നിന്റെ അടുക്കൽ അതേ നിന്റെ അങ്ങനെ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ പിന്നെ നിന്റെ കൂലിക്കാൽ ഉൾപ്പെടെ പോലെ എന്നെ ആക്കണമേ. സ്തോത്രം. അങ്ങനെ പറഞ്ഞെങ്കിലും അതെ, അത് പറയുവാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ പറയുന്നത് എന്താ? വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്നു നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യരല്ല. ഇങ്ങനെ ആദ്യത്തെ 2 വാചകം പറഞ്ഞു. എന്നാൽ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ കൂലിക്കാരെ വിളിച്ചു പറയുന്നു, ബ്രിങ് ദ ബെസ്റ്റ് ഗാർമെന്റ്, ഏറ്റവും ഉത്തമമായ വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കും. ഈ നല്ല പിതാവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്വർഗ്ഗസ്ഥനായ ദൈവം നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ സ്തോത്രം നമ്മുടെ വേഗതയേക്കാൾ അതിവേഗത്തിൽ ഓടി വരുന്നു, പൂർണ്ണമായി നമ്മെ ചുറ്റുന്നു. അതാണ് സ്വർഗ്ഗസ്ഥനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ബെസ്റ്റ് ഗാർമെന്റ്, ഏറ്റവും മേൽത്തരമായ അങ്കി. എന്നാൽ പൗലോസിന്റെ ഭാഷയിൽ ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 27 and 28 അവിടെ നമുക്ക് വേറൊരു മർമ്മം കാണുവാൻ കഴിയുന്നു. ഈ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശുശ്രൂഷയിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 27 and 28. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ഉള്ളിൽ അഥവാ കർത്താവിനെ ധരിച്ചിരിക്കുന്നു. ജലസ്നാനം സ്വീകരിക്കുമ്പോൾ അതിൽ ആരില്ല, കുതിരനും യവനെന്നുമില്ല, പിന്നെ ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നത്രേ. ഇതാണ് അനശ്വരമായ സ്നേഹബന്ധത്തിൽ നമ്മളെ കൊണ്ടുവരികയാണ്. അതെ, യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണും പെണ്ണുമെന്നില്ല. സ്നാനമേറ്റ പ്രിയപ്പെട്ടവർ അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കും. പാപ സംബന്ധമായി മരിച്ചു, ഞാൻ ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽക്കും. ഇത് വെളിപ്പെടുത്തുന്നതാണ് വാസ്തവത്തിൽ അതേ ജലസ്നാനം എന്ന് പറയും. അപ്പോൾ നാം ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ഇങ്ങനെ മനോഹരമായ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് നോക്കാം, സന്തോഷത്തിന്റെ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രം, പിന്നെ കല്യാണ വസ്ത്രം, മേൽത്തരമായ അങ്കി, ഇങ്ങനെ വിവിധമായ തരത്തിൽ അതേ വസ്ത്രത്തിന്റെ വെറൈറ്റീസ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അത് ജലസ്നാനം ഏൽക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ ധരിക്കുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ചെല്ലണമെങ്കിൽ ഉടുപ്പിനെ മലിനമാകാതെ നാം ധരിച്ചിരിക്കുന്ന ഉടുപ്പ് മലിനമാക്കി തീർക്കുവാൻ 1 മിനിറ്റ് മതി. എന്നാൽ മലിനമാകാതെ അത് സൂക്ഷിക്കണമെങ്കിൽ ജീവപര്യന്തം പോരാടിയെങ്കിൽ മാത്രമേ. അതേ, സ്തോത്രം. അതേ, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്നിട്ടില്ല. അശുദ്ധം ആകാതെ ആ വസ്ത്രത്തെ സൂക്ഷിക്കണം. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ പുരോഹിതന്റെ വസ്ത്രത്തിൽ 2 തരത്തിലുള്ള വസ്ത്രങ്ങൾ കാണാൻ കഴിയും. എക്സോഡസ് ചാപ്റ്റർ 28 പുറപ്പാട് പുസ്തകത്തിന്റെ 28ാമത്തെ അധ്യായത്തിലേക്ക് നോക്കാം. അതിന്റെ 40 മുതലുള്ള വാക്യങ്ങൾ നോക്കി. വെളിപ്പാട് പുസ്തകം, അതെ, പുറപ്പാട് പുസ്തകം. മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, നടുക്കെട്ട്, തലപ്പാവൊക്കെ മഹാപുരോഹിതൻ ഉണ്ടായിരിക്കണം. പിന്നെ അവ നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം. പിന്നെ അവരുടെ നഗ്നത മറയ്ക്കുവാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ട ഉണ്ടായിരിക്കണം. പിന്നെ തുടവരെ എത്തുന്ന ഒരു കാൽച്ചട്ട. പിന്നെ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴും യാഗപീഠത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴും കുറ്റം ചുമന്ന് മരിക്കാതിരിക്കേണ്ടതിന് അത് ധരിക്കണം. നോക്കണം, കുറ്റം ചെയ്ത് അത് കുറ്റം മരണം സംഭവിക്കാതിരിക്കണമെങ്കിൽ
അത് ധരിച്ചേ സാധിക്കുകയുള്ളൂ. നോക്കുക, ഒരു മഹാപുരോഹിതൻ വരുമ്പോൾ ആരും പരിചയപ്പെടുത്താതെ അറിയാം. ആമേൻ. തലപ്പാവ്, മനോഹരമായ മാർപ്പതക്കം, തലപ്പാവ്, ഏഫോദ്, നിലയങ്കി, ഇതെല്ലാം ഉണ്ട്. അത് നന്നായിട്ട് കാണാൻ കഴിയും. ഇനിയും അത് കാണാൻ കണ്ണ് മങ്ങിയിരിക്കുന്നെങ്കിൽ, അഥവാ കാഴ്ചയില്ലാത്തവനെ കേൾപ്പാൻ കഴിയും. അത് പൊന്മണിയും മാതളപ്പഴവും കൂടെ അടിക്കുന്ന ശബ്ദമാണ്. ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ആ കിലുക്കത്തിന്റെ ശബ്ദം കേൾപ്പാൻ കഴിയുന്നു. ഇനി കണ്ണുമില്ല ചെവിയില്ലാത്ത ഒരുത്തനാണെങ്കിലും മണത്തറിയാൻ കഴിയുന്നു. കാരണം ഒരു നല്ല സുഗന്ധത്തിന്റെ അഭിഷേക തൈലം അവന്റെ മേലുണ്ട്. അപ്പോൾ അഭിഷേക തൈലം എന്ന് പറയുന്നത് സുഗന്ധവർഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കാണാനുണ്ട്, കേൾക്കാനുണ്ട്, മണക്കാനുണ്ട്. എന്നാൽ ഈ കാൽച്ചട്ട എന്ന് പറയുന്ന ആർക്കും കാണാനൊക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. അതെന്തിനെ സൂചിപ്പിക്കുന്നു? അവന്റെ വ്യക്തിപരമായ തന്റെ അതേ രഹസ്യ ജീവിതമാണ്. ആ രഹസ്യ ജീവിതം ശുദ്ധമാക്കിയിട്ട് മാത്രമേ പരസ്യമായി നമുക്ക് നിൽക്കാൻ ആദ്യമായി അത് ധരിക്കണം. പിന്നീട് അതിന്റെ മേലിലാണ് മേലങ്കി ധരിക്കേണ്ടത്. എങ്കിൽ ദൈവമക്കളെ, ആരും അറിയാത്ത രഹസ്യ ജീവിതം, എല്ലാ കണ്ണുകളും അടഞ്ഞാൽ, എല്ലാ വാതിലുകളും അടഞ്ഞാൽ, എല്ലാ ലൈറ്റ് ഓഫ് ഉണ്ടായാൽ ഒരിക്കൽ ഒരൊറ്റ മനുഷ്യനും അറിയുന്നില്ല എങ്കിലും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളവരിലേക്ക് എങ്ങനെയായിരുന്നു നിന്റെ ജീവിതം? ആ വിധത്തിൽ സൂക്ഷിച്ചെങ്കിൽ ഇല്ല എങ്കിൽ അവൻ പോകുന്ന സമയത്ത് അതെ അവൻ ചത്ത് താഴെ വീഴും, ആ മരിച്ചു പോകും. അങ്ങനെ മരിക്കാൻ കാരണം ഇതാണ്, അവൻ കാൽച്ചട്ട ധരിച്ചിട്ടില്ല. അങ്ങനെ കുറ്റം വന്ന് അവൻ മരിക്കാതിരിക്കേണ്ടതിന് അവരത് ധരിക്കണം. അപ്പോൾ പരസ്യമായി നമ്മുടെ ജീവിതവും രഹസ്യമായി നമ്മുടെ ജീവിതവും നമ്മൾ സൂക്ഷിച്ചേ മതിയാകുള്ളൂ. കർത്താവിന് സ്തോത്രം ഉണ്ടാകട്ടെ. അതുകൊണ്ട് എല്ലാ ഉള്ളിലേക്ക് നോക്കുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് ഓർക്കണം.